ഇന്ന് ഞാൻ ബാംഗ്ലൂരിലാണ് ഉള്ളത് സുഹൃത്തുക്കളെ. ബാംഗ്ലൂരിൽ വന്ന ഉടനെ തന്നെ ഞാൻ ലച്ചുവിനെ കാണാൻ വേണ്ടി കൊത്തനൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെയാണ് ലച്ചു നിമ്മി ചേച്ചിയും താമസിക്കുന്നത്. സ്ഥലത്തെത്തിയപ്പോൾ തന്നെ നിമ്മി ചേച്ചി എന്നെ സ്വീകരിക്കാൻ വരുന്ന കാഴ്ചയാണ്. അങ്ങനെ നിമ്മി ചേച്ചിയുടെ കാര്യം പറഞ്ഞ് നേരെ മുകളിലേക്ക് ചെന്നപ്പോഴത്തേക്കും വളരെ ക്ഷീണിതയായി എന്നെ കാത്ത് ലച്ചു അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശപ്പായതുകൊണ്ട് നേരെ കഴിക്കാൻ പുറത്തേക്ക് പോയി. ഇന്ന് വേണമെങ്കിൽ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ പോലത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. എൻ്റെ അനിയൻ വന്നപ്പോൾ അവന് ഒരുപാട് ഇഷ്ടപ്പെട്ട നന്ദന പാലസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് എന്നെ രണ്ടുപേരും കൂടി കൊണ്ടുപോയത്. അവർ സ്ഥിരം പോകുന്ന റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് നല്ല പരിചയമാണ്. ആന്ധ്ര സ്റ്റൈൽ ഫുഡാണ് നമ്മൾ അവിടെ കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ ആന്ധ്ര സ്റ്റൈൽ ചില്ലി ചിക്കനും മട്ടൻ കൊണ്ടാട്ടം പോലൊരു സാധനമൊക്കെ ഓർഡർ ചെയ്തു. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ, എല്ലാം നല്ല കിടിലൻ ടേസ്റ്റുള്ള സംഭവമായിരുന്നു. എസ്പെഷ്യലി ഈ കാണുന്ന നാനിൻ്റെ കൂടെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മളത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഓർഡർ ചെയ്ത മെയിൻ സംഭവം വന്നു, മട്ടൻ ബിരിയാണി. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് മട്ടൻ ബിരിയാണി എന്ന് പറയുന്നത്. അതും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് ഫ്ലാറ്റിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമായപ്പോൾ ലച്ചു സ്ഥിരം ചായ കുടിക്കാൻ പോകുന്ന ഒരു കടയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കേട്ടോ ഓട്ടോയിൽ. ടീ ഹട്ട് എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അവിടുത്തെ മെനുവിലെ ഐറ്റംസൊക്കെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായി. കുറച്ച് ഓവർ സൂമായി പോയി കേട്ടോ. എന്തായാലും അവിടുന്ന് കട്ടൻ ചായയും ചിക്കൻ റോളും കഴിച്ചുകൊണ്ട് അതിൻ്റെ പിയാണ്. അപ്പോൾ ശരി.